മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയുള്ള ജാമ്യ ഹർജിയിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. ജാമ്യം ലഭിച്ചാൽ ഈ കേസിൽ ജയിൽ മോചിതനാകുന്ന ആദ്യത്തെ ആളാകും ഈ മുരാരി ബാബു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും മറ്റു കേസുകളിൽ ജാമ്യം ലഭിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ്. ഷബീദ് റാവുത്തർ വീണ്ടും ചേരുകയാണ് തിരുവനന്തപുരത്ത്. ഷബീദ്, ഇദ്ദേഹത്തിന് കാര്യം 90 ദിവസം കഴിഞ്ഞു എന്നതുകൊണ്ട് കോടതി ജാമ്യം നൽകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കുറ്റപത്രം വന്നിട്ടുമില്ല. പറയും. ഉറപ്പായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം, അതായത് ഒരു കേസിൽ ജാമ്യം അനുവദിച്ച ഘട്ടത്തിൽ പോലും അന്ന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യ ഉത്തരവിലടക്കം ചൂണ്ടിക്കാണിച്ചത് സ്വാഭാവിക ജാമ്യം, അതായത് 90 ദിവസമായും കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുന്നതിനുള്ള സ്വാഭാവിക ജാമ്യം എന്നുള്ളതാണ്. മാത്രമല്ല 9 ഉപാധികളോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ആദ്യ കേസിൽ അനുവദിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയുന്നത്. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഈ ജാമ്യ ഹർജിയിൽ കഴിഞ്ഞ ദിവസമാണ് വാദം പൂർത്തിയായത്. ജാമ്യം ലഭിച്ചാൽ കേസിൽ ജയിൽ മോചിതരാകുന്ന ആദ്യ ആളാകും മുരാരി ബാബു. പ്രതിക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. വരും ദിവസങ്ങളിൽ കേസിലെ മറ്റു പ്രതികളും ജാമ്യ ഹർജി സമർപ്പിക്കും. മുരാരി ബാബുവാണ് അറസ്റ്റിലാകുന്ന ഉദ്യോഗസ്ഥരിൽ ആദ്യത്തെയാൾ. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രേഖകൾ തയ്യാറാക്കുന്നതിലടക്കം അദ്ദേഹം കൂട്ടുനിന്നു, കോൺസ്പിറസിയിൽ പങ്കെടുത്തു എന്നൊക്കെയുള്ളതായിരുന്നു. മാത്രമല്ല അദ്ദേഹം ചില ബെനിഫിറ്റുകൾ സ്വീകരിച്ചു എന്നൊക്കെയുള്ള കണ്ടെത്തലാണ് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന കാര്യം. ഏതായാലും അതടക്കമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നു എന്നുള്ള കാരണത്തിൽ മുരാരി ബാബുവിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.